Welcome to Sumaki Food Vlog, where we cook with flair. Delicious recipes made with love and care. സോ ഗായ്സ്, ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കാര ചട്നിയുടെ റെസിപ്പിയാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈല് കാര ചട്നി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാ നിങ്ങളുടെ താല്പര്യം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ചേർത്തിരിക്കണത്. ഇനി അതിലേക്ക് ഓയിൽ ചൂടായാൽ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ വറ്റൽമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവോള അരിഞ്ഞതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ ഇത് 4, അതായത് വെളുത്തുള്ളി, വറ്റൽമുളക്, സവോള, തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഓക്കെ. Welcome to Sumaki Food Vlog, where we cook with flair. Delicious recipes made. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് ചേർത്തൊന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ വറ്റൽമുളക് മാത്രമാണ് എരിവിന് എടുത്തിട്ടുള്ളൂ. വേറെ പച്ചമുളകോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ആകെ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ചൂട്ടോടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ അതിലെ സവോളയൊക്കെ മാറ്റി നമ്മൾ മിക്സിയുടെ ജാറിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പാനിൽ തന്നെയാണ് ഞാൻ കടുക് വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അത് കുറച്ച് ഫ്ലേവറിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട്, അതായത് തക്കാളി, സവോള, വെളുത്തുള്ളി ആൻഡ് വറ്റൽമുളക്, ആ കൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. Welcome to Sumaki Food Vlog. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് കായപ്പൊടിയാണ്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് ഇത്തിരി കുറവ് തോന്നിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേശം ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് അതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കാം വേണമെങ്കിൽ. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാര ചട്നി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി വല്ലാണ്ട് പുളിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊരു നുള്ള് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഷുഗർ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണ്, കാര ചട്നിയാണ്. അപ്പോൾ ഇത് നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ദോശ, ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചട്നിയാണ്. ആൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. ആൻഡ് പിന്നെന്താ, കമൻസൊക്കെ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ. Welcome to Sumaki Food Vlog, where we cook with flair. Delicious recipes made with love and care.